വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോവാണ് ഗൈസ്. പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കല്ല, ഞങ്ങൾ ട്രിവാൻഡ്രം വരെ പോവാണ്. ഒരു പ്രൊമോഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ആ പ്രൊമോഷന് ബേസ് ചെയ്തിട്ട് ഞങ്ങളോടൊന്ന് പോവാണ്. അപ്പം എനിക്കാണ് പ്രൊമോഷൻ, എനിക്കും ഉണ്ട് ചേച്ചിക്കും ഉണ്ട്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് വരും. ചേച്ചി വിഷ്ണുവേട്ടൻ അഭിയാനന്ദും അവരങ്ങനെ വരും. ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ, ഏട്ടൻ, അൻഷാദ്, ഷാക്കിർ, പിന്നെ ഉമ്മോള് ഉണ്ട്. അമ്മയും കിടൂല്ല, കാരണം എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം പിന്നെ ഉമ്മോടെ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവളെയും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ ഞാനില്ലെങ്കിൽ അവൾ ഫുഡ് കഴിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അവളെയും കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയായി. ഏട്ടനും ഷാക്കറെ കൂടിയിട്ട് എന്താണ് മേത്തുകൂടെ വരയ്ക്ക് എടുത്തിട്ടാ, മേത്തുകൂടെ വരച്ച കൊണ്ടുപോയില്ല. എന്നിട്ട് എന്താണ് കിടൂരിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടാണല്ലോ പോകുക, അല്ലെങ്കിൽ അവന് ബോറടിക്കൂലേ. അപ്പോൾ അവന് കഴിക്കാനൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളും വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം പോകും. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാരും എന്ത് പറയുന്നു? സുഖമല്ല ഗൈസ്? ഞങ്ങളും സുഖമാണല്ല സുന്ദരി അല്ലേ? സുഖല്ല എന്റെ കുട്ടിക്ക്? അത് കേട്ടോ മതിട്ടോ. ഗൈസ്, അപ്പൊ നാളെ ഞങ്ങള് തിരുവനന്തപുരം വരുന്നുണ്ട്. ഒന്നുമല്ല, പൊന്നൂസിനും കുഞ്ഞോൾക്കും ഒരു ഷൂട്ട് ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നാളെ തിരുവനന്തപുരം വരുന്നുണ്ട്. ആരുമില്ല, ഞാനും ഷാക്കിറും നാളെ. അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങടാ. അപ്പൊ മറ്റേ ഉണ്ട്, അപ്പൊ പൊന്നൂസും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് ദിവസം തന്നെ നാളത്തെ ഒരു ദിവസം അവിടെ ഉണ്ടായിരിക്കും. നാളെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തും. അതുപോലെ തന്നെ നമ്മള് മറ്റന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് മറ്റന്ന് വൈകുന്നേരത്തിന് നമ്മൾ അവിടെ തിരിക്കും. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടിയായിട്ട് പൊന്നൂസ് ടൗണിക്ക് പോയിനാണ്. അത് അവര് വരുമ്പോ തന്നെ പറഞ്ഞു, അവളെടുത്ത് എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ ത്രെഡ് ചെയ്തിട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ വരാൻ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടി പൊന്നിച്ച് പോയി. അപ്പൊ അവൾ എടുക്കാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പെണ്ണ് ചാടി വീട്ടിൽ നിന്ന് ഓടിച്ചാടി ഇറങ്ങി. നല്ലൊരു കോതമ്മേ, ഇങ്ങോട്ട് നോക്കിക്ക ചെറിയ കുട്ടിയമ്മ, ഇങ്ങോട്ട് നോക്കിക്ക അല്ലേ ഒരു മടിക്ക. അപ്പൊ അങ്ങനെ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഇതാ പൊന്നൂസ് എടുക്കാൻ വേണ്ടി പോവാണെങ്കിൽ ഇപ്പൊ പൊന്നൂസ് ഒരു വാച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ണിതൊന്ന് വെട്ടിക്കണം. അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയാണ്. ഓക്കെ, ഞാൻ ആ വാച്ച് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ വെക്കട്ടെ ഒരു മിനിറ്റ്. ഓ ഇതാ വാച്ച് ഇതാട്ടോ, പൊന്നൂസിന്റെ വാച്ച്. ഇതാണ് വാച്ച്, കാണല്ലേ? ഇതാണ് പൊന്നൂസ് വാങ്ങിയ വാച്ച്. അപ്പൊ ഓക്കെ, ഇതൊന്ന് മറ്റേ കണ്ണിതൊന്ന് വെട്ടണം. ഓക്കെ, ഒന്ന് വെട്ടിയിട്ട് നമുക്ക് വരാം. അപ്പൊ അതാ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അടിക്കാനല്ല, ഇസ്തിരിക്കണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങി. എന്നിട്ട് ഇതാ സുന്ദരി ഇതായിരിക്കണോ അല്ലേ? സുന്ദരി ഇതാ റോഡ് കണ്ടങ്ങൾ നല്ല മോശം. എന്താ ചെയ്യാ നമ്മുടെ റോഡ്, ഭഗവാനെ എന്താ ചെയ്യാ. ഓക്കെ, നമ്മള് പൊന്നൂസിനെ പോയി എടുക്കാൻ പോട്ടെ നമ്മള്. അപ്പൊ ഇത് പൊന്നൂസിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ പോയിട്ട് നമുക്കൊരു റീൽ എടുക്കാനുണ്ട്. ഓക്കെ, അതിന്റെ റീൽസ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് നമ്മള് യൂട്യൂബിൽ ഷോർട്സ് ആക്കി പോസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് പൊന്നൂസിന്റെ ചാനൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്ക് താഴെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് മനസ്സിൽ എന്ത് ഞങ്ങൾക്ക് ഒരു സിനിമയിൽ അവസരം തരണമെന്നാണ് കേട്ടോ. ഓക്കെ, കാരണം ഇല്ലടാ പറടാ, എനിക്ക് സൂചന എന്താണെന്ന് അറിയില്ല, അഭിനയിക്കാൻ അങ്ങോട്ട് പറഞ്ഞ ഓക്കെ. നമുക്ക് എന്തായാലും ഇനി പരിപാടി ഉണ്ട്, കാരണം സമയം ഇപ്പൊ 3 മണിയായി. കാരണം നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അതൊന്നും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതാക്കാം. അപ്പൊ ഞങ്ങള് ഇറങ്ങി സ്റ്റാർട്ടാണ്. ഇവിടെ സ്റ്റാർട്ടാണ്. അപ്പൊ നമ്മുടെ അൻഷാദ് ഉണ്ട്, ഷാക്കിറിന്. എവിടെ അൻഷാദ്? അവന് സൈഡായി. ഇവ മോളുണ്ട്. ചാവൻ മോള് വരണ്ടല്ലോ കുറച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് അത് പറഞ്ഞ കിടൂ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അമ്മയ്ക്കൊരു കമ്പനി ഉണ്ടല്ലേ. പിന്നെ അവന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവന്റെ മനസ്സിൽ തരോ, അച്ഛനമ്മ പോയിട്ട് വേണം എനിക്ക് ഫോൺ നേരാവണ്ണം കിട്ടാനെന്നാ അവന്റെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ എനിക്കൊരു വിഷമം ഉണ്ട് കേട്ടോ. ഞാൻ കരഞ്ഞു, പാവം. എനിക്ക് എവിടേക്കാണ് ഇങ്ങടെ ഇറങ്ങിയ ഇവൾക്കൊരു ഭാഗത്ത് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഞാൻ ഏട്ടൻ എന്താ ഞാൻ വേണ്ടത്? നിങ്ങൾ എന്തിനിപ്പോ ഇത് മേടിച്ചു? ഉപ്പുമുളകുണ്ടോ ചോദിക്കുക ചേട്ടാ? ഉപ്പുമുളകുണ്ടോ? അന്ന് വണ്ടിയിൽ മറന്നു വിട്ടാച്ച് ഇറങ്ങുന്നപ്പോ ഈ റോസ് അല്ല എടുക്കണേ? അനന്ത് കൊടുക്കോ?
பேசுங்களா ആ എന്നോട് പേര് സെൽവൻ. സെൽവൻ അന്തപൂറ് ഇവ വന്ന് അന്തപൂറ് സംഭവിച്ചു. ഞാൻ കാരണം പിടിച്ചിരിക്കട്ടെ. നിങ്ങളെ നാട്ടുകാരെന്നൊക്കെ പോണാനക്ക് നിന്റെ നാട് കാണാൻ പോണാനക്കാളുടെ കൂടെ അത് വന്ന് പളനി നിന്റെ നാട് പഴനിയല്ലേ? ഞാൻ വന്ന് ഇങ്ങ കേരള റോസ് എടുക്കാന് രണ്ടാരെടുക്ക് ചിന്ന തീർത്തമ്മ അണ്ണേ അന്താര ഇന്താര മൊത്തം 1 കിലോ. അത് അരക്കിലോ പോണ ഇത് അരക്കിലോ പോണ രണ്ടാര അങ്ങനെ ഒന്ന് എരപ്പാളി ഇപ്പൊ പറഞ്ഞ 4 മാസമായി ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തമിഴ് പറഞ്ഞു കൊടുക്കണേ. ഞാൻ ഇനി പോകണ്ടിട്ടോ മുതല് കോമഡി ഒക്കെ നീ അങ്ങോട്ടും പോകണ്ടേ. அண்ணே இந்த அடக்கப்பாடு ஆறா அந்த அடக்கப்பாடு ஆறா மொத்தம் 1 கிலோ உங்களுக்கு வேணுமா? വേണം. நீங்க எங்க இருந்து வரீங்க? எங்க இருந்து வரீங்க? സെലോപ്പാളത്തുനിന്ന്. സെലോപ്പാളത്തുനിന്ന് നിങ്ങൾ പോയിട്ട് ഞങ്ങളോട് കച്ചവടം ചെയ്യാം. അല്ലേ കടക്ക് എടാ അതിന്റെ ഇത് മുറിച്ച് കത്തിയാണ് കത്തി ഒന്ന് ഇതിനടിയിലാണ്. എടാ കണ്ണടി ഞങ്ങൾ വണ്ടി നിങ്ങളൊന്നും എടുക്കട്ടെ. എങ്ങനെ പോശാലും ഇയാളെടുത്ത് കൈ വെച്ചിട്ട് കേക്ക് നോക്ക്. ഈ കത്തി തരോ? ഇല്ല കത്തില്ല. അടിയാ പേഴ്സ് പൈസ കൊടുത്താ എന്തിനാ ഉച്ചറിങ്ങനെ അതല്ലേ അതെ ഫ്ലോയില് ക്യാമറ ഉണക്കുമ്പോ അപ്പൊ ഒരു സൗണ്ട് പുറത്തേക്ക് എന്താന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? എന്താ ആദ്യം സെക്കൻഡ് ആയിക്കാട്ടോ. അല്ല ഞാൻ വീഡിയോ ഓണാക്കാതെയാണ് ഞാൻ 1 മിനിറ്റോളം ഞാൻ വർത്തമാനം പറഞ്ഞ വീഡിയോ ഓണാക്കാതെ. അത് എന്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. ഞാൻ സമ്മതിച്ചത്. ഷാക്കയുടെ കൂടെ സമ്മതിക്കാണ്ടിരിക്കില്ല. അപ്പൊ മറ്റേതാണ് മറ്റേ ഏട്ടന് അതിന്റെ ഇടയെ കൂടെ ഒറിജിനൽ പ്ലാസ്റ്റിക് ഉണ്ടാവും. മറ്റേ എന്താണ് പാട്ടം കൊണ്ട് പോയി മാറുന്നു. അല്ല മറ്റെന്താണ് ഏട്ടൻ വണ്ടി ഓടി ക്ഷീണിച്ചോണ്ടാണ് ഷാക്കർ വണ്ടി എടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് എനിക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എങ്ങാണ്ട് ഇവിടെ തന്നെ മുറുക്കി പിടിച്ച സീറ്റ് ബെൽറ്റ് മുറുക്കി പിടിച്ചിരിക്കണം. അപ്പം ചേച്ചിയും വിഷ്ണുണ്ണൊക്കെ അവിടെ നിന്ന് ഇറങ്ങി തോന്നുന്നു. ഇപ്പൊ സമയം എത്രയാടാ? ആക്ച്വലി ഇപ്പൊ 5 മണിയാവാൻ പോകും. ആ ഓക്കെ. ഞങ്ങളിപ്പോ എത്തി ഇവിടെ നിൽക്കുന്ന ടോള് കഴിഞ്ഞൂലേ? കഴിഞ്ഞിട്ടില്ലേ? എത്തുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പോയിക്കൊണ്ടിരിക്കാൻ ഒന്ന് ചായ കുടിക്കണം. കാരണം തലവേദന എടുക്കുന്നുണ്ട്. എപ്പോ എത്തിയാലും ഞങ്ങള് പിന്നെ ആലപ്പുഴ വഴിയല്ല പോണത്. ഞങ്ങള് എറണാകുളത്ത് അങ്കമാലി മറ്റേ ഇവിടുന്ന് ഇങ്ങനെ കോട്ടയം വഴിയാ പോണത്. അതുകൊണ്ട് നല്ല റോഡായി കുറച്ച് ചുറ്റണം. പക്ഷെ എന്നാലും നല്ല റോഡാണ്. ഷാക്കിന് പോയി ശരിയുള്ള റോഡാണ്. ബ്ലോക്ക് ഇല്ലാണ്ട് പോവാം. ഷാക്കിറിന് പരിചയ റോഡാണ്. പക്ഷെ ഏതാ ഫാറൂഖിന്റെ അവിടെ 13 കിലോമീറ്റർ കൊണ്ടുപോയി. അതിന് കഥ പറയാം. രാമനാട്ടുകാരൻ ഞാൻ പറയട്ടെ. ഞാനും ഷാക്കിറും അൻഷാദും പാടെ അതുപോലെ ആശും പാടെ നമ്മുടെ ഒരു പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന് ഞങ്ങൾ തൃശ്ശൂർ കോഴിക്കോട് വരിക. അപ്പൊ ആൾക്കാരുടെ ഒരു ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മറ്റേ ഫാറൂഖിന്റെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മ പറഞ്ഞു മറ്റേ അങ്ങോട്ട് പോവല്ലേ ചോദിച്ചു. ഫാറൂഖ് സിദ്ദിഖ് ഫാറൂഖ് അറിയില്ലേ? അതില് മൂപ്പരാള് എനിക്കറിയാറുന്നു. അതിൽ ഞാൻ അപ്പൊ തന്നെ പേരോട് പറഞ്ഞു ഷാക്കിറെ ഗൂഗിൾ മാപ്പ് ഇടാറുന്നു. എവിടെ എനിക്കറിയാറുന്നു. മാപ്പൊന്നും കൊണ്ട് എനിക്കറിയാം. ഞാൻ വരുന്ന വഴിയില്ലായിരുന്നു. മക്കളെ 12 കിലോമീറ്ററെ കൊണ്ടുപോയി. 12 കിലോമീറ്റർ ഞങ്ങൾ 12 കിലോമീറ്റർ. പക്ഷെ ഞങ്ങൾ കൊണ്ടോട്ട് എത്തിയേനെ. ഞങ്ങൾ കൊണ്ടോട്ട് എത്തിയേനെ. പക്ഷെ ഏറ്റവും ഇതായി അറിയോ? അതിന്റെ ഇടയില് വണ്ടി ഇതായി എന്ത് മറ്റേ വണ്ടി ഒരു കേസ്. ഒരു മിനിറ്റ് ഞാൻ ചക്കരക്ക് വിളിക്കി അല്ല ഞാൻ ചക്കരക്ക് ചക്കര സാക്ഷിയാണ്. കാരണം ചക്കര ഒരു പെൺകുട്ടിയാണ്. അപ്പൊ വിളിക്കുമ്പോ ഇപ്പൊ ഓളം മുന്നേ ആറ്റിട്ട് എനിക്ക് അവിടെ വെച്ചാൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ചോദിക്കണ്ടേ കളിയാക്കാണ്ട് തന്നെ ചക്കര എനിക്ക് വഴി അറിയില്ല. അവിടെ എനിക്കറിയാം. ഇപ്പൊ ഓളം മുന്നേ അവസാനം എന്തായി പുഴുത്ത് 4 മുന്നിൽ അങ്ങനത്തെ കഥ എന്നെ കയ്യിലേക്ക് എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ നിങ്ങൾ ചിരിക്കണില്ലേ? അവസരം കിട്ടുന്നില്ല. സുജിനേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കാരണം ഒരു സന്തോഷിക്കട്ടെ. ഇവര് ഊക്കലാണ്
സന്തോഷം. അപ്പൊ നമുക്ക് എന്തായാലും മതി നിങ്ങളുടെ ചടപ്പ് കേട്ട് ചിരിക്കാൻ വയ്യ, വളിപ്പുകൾ പറയണം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നമുക്ക് ഞങ്ങളങ്ങനെ വൈൻഡപ്പ് തീരുമാനിച്ചിട്ടില്ല. നാളെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ ഞങ്ങൾ എല്ലാവർക്കും നേരത്തെ ഇവരാണ് വെറുതെ പൊറ്റടിച്ചിരിക്കും. നാളെ അൻഷാദിന്റെ റാംവാക്ക് ഉണ്ട് അവിടെ. കാരണം ഷാക്കിർ സോറി അപ്പൊ സുജി പറയേ അതിനേറ്റില്ല, ഷാക്കിർ പറഞ്ഞത് ഏറ്റില്ല. അതെന്താ കാര്യം നമുക്ക് അറിയില്ല, അത് അറിയാത്തോണ്ട് നമ്മൾ ചിരിക്കണില്ല. അത് ഏട്ടന്റെ എന്തോ ടൈപ്പാണ്. അപ്പൊ നമ്മൾ കാര്യമാക്കട്ടെ, നിങ്ങളോട് അയപ്പിച്ചത് നിങ്ങളെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുജി ചേട്ടൻ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യാം. ആൽബപ്പാട്ട് പാടി വെച്ചിട്ടുണ്ട് ഗൈസ്. നിതാസുജനെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ബൈ. അൻഷാദിനെ ഫോളോ ചെയ്യുക. അൻഷാ മെസ്സേജ് ഒക്കെ അയക്കുക. എല്ലാരും ടക്കേന്ന് റിപ്ലൈ. അപ്പൊ എല്ലാരും ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പൊളിക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.